കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ, സുഖമെന്ന് വിശ്വസിക്കുന്നു. വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ തേൻമൊഴിയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്നല്ലാഹ യുഹിബു തവ്വാബീന വ യുഹിബുൽ മുത്തത്വഹിരീൻ. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. അതെ, ശുചിത്വം പാലിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. എങ്കിൽ കൂട്ടുകാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 2 നേരം കുളിക്കുന്നവരാണോ നമ്മൾ? 2 നേരം പല്ലു തേക്കാറുണ്ടോ നമ്മൾ? നമുക്ക് നഖം കടിക്കുന്ന ശീലമുണ്ടോ? ബാത്റൂമിലെല്ലാം പോയാൽ കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകാറുണ്ടോ നമ്മൾ? നമ്മുടെ ടിഫിൻ ബോക്സിലെ ഭക്ഷണം കഴിക്കുന്ന ടിഫിൻ ബോക്സ് വൃത്തിയായി കഴുകാറുണ്ടോ നമ്മൾ? നമ്മൾ തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ 2 നേരം കുളിക്കൽ തീർച്ചയായും നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ്. രാവിലെയും വൈകുന്നേരവും. വൈകുന്നേരം കളിയെല്ലാം കഴിഞ്ഞു വന്നാൽ ഒരുപാട് അഴുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാവില്ലേ? അതെല്ലാം കളയാനായി 2 നേരം കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ 2 നേരം പല്ല് തേക്കൽ. രാവിലെ എണീറ്റാൽ നമ്മൾ എന്തായാലും പല്ല് തേക്കും അല്ലേ? അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും പല്ലു തേക്കൽ തീർച്ചയായും നമ്മൾ പാലിക്കേണ്ട ശുചിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് നഖം കടിക്കലാണ്. നമ്മളിലുള്ള പലർക്കുമുള്ളൊരു ശീലമാണ് നഖം കടിക്കുക എന്നത്. ഇത് ഒരു ശീലമല്ല, ദുശ്ശീലമാണ്. കാരണം നമ്മുടെ നഖം എന്നത് ഒരുപാട് അണുക്കൾ കയറിക്കൂടാൻ സാധ്യതയുള്ള ഇടമാണ്. കാരണം നമ്മൾ കളിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴുമെല്ലാം നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ ഒരുപാട് അണുക്കൾ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. ഈ അണുക്കളെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ നഖം കടിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന മാരകമായ അസുഖങ്ങൾ, നമ്മുടെ വയറിനെയും കുടലിനെയും എല്ലാം ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്നു. അതെല്ലാം തടയാൻ നഖം കടി എന്ന ശീലം നമ്മൾ ഇപ്പോൾ തന്നെ ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകാരിൽ പലരും ഈ ശീലമുള്ളവരായിരിക്കും. അവരോട് പറയണം, നഖം കടിച്ചാൽ ഇതുപോലുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം. അതുകൊണ്ട് കൃത്യമായി നഖം നെയിൽ കട്ടർ ഉപയോഗിച്ച് തന്നെ വെട്ടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാത്റൂമിലെല്ലാം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കൈ വൃത്തിയായി സോപ്പിട്ട് തന്നെ കഴുകാൻ ശ്രദ്ധിക്കണം. കാരണം അവിടെ നിന്നും ഒരുപാട് അണുക്കൾ നമ്മുടെ കൈകളിൽ പറ്റിപ്പിടിച്ച് വീണ്ടും മറ്റു പല അവസ്ഥയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയായി സോപ്പിട്ട് തന്നെ കഴുകാൻ ശ്രദ്ധിക്കണം. മറ്റൊന്ന് ടിഫിൻ ബോക്സ് കഴുകലാണ്. ചോറും പലഹാരങ്ങളുമെല്ലാമായി നമ്മൾ ഭക്ഷണം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ടിഫിൻ ബോക്സ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നന്നായി തന്നെ നാം അവിടെ നിന്നും കഴുകേണ്ടതുണ്ട്. മറ്റൊന്ന് തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കലാണ്. മൂടി വയ്ക്കാത്ത ഭക്ഷണങ്ങൾ അതിലൊരുപാട് ഈച്ചയും കൊതുകും പോലുള്ള ജീവികൾ വന്നിരിക്കാനും ഒരുപാട് രോഗങ്ങൾ അതിലൂടെ പടർത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണമെല്ലാം മൂടി വെച്ച ഭക്ഷണമാണെന്നും അതിൽ ഈച്ചയും കൊതുകും പോലുള്ള മറ്റു പ്രാണികളൊന്നും വന്നിരിക്കുന്നില്ല എന്നും കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതെ, ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം. 2 നേരം കുളിക്കുക, 2 നേരം പല്ല് തേക്കുക, നഖം കടിയുന്ന ശീലം ഒഴിവാക്കുക, നമ്മുടെ കൂട്ടുകാരോട് നഖം കടിക്കുന്ന ശീലം ഒഴിവാക്കാൻ പറയുക, ഒപ്പം ബാത്റൂമിലെല്ലാം പോയി വന്നാൽ കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകുക, ടിഫിൻ ബോക്സ് കഴുകുക, നമ്മുടെ തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇങ്ങനെ ചില ശീലങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വ്യക്തി ശുചിത്വത്തിനായി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അത്തൊഹൂർ ശത്രുൽ ഈമാൻ എന്ന് നാം കേട്ടിട്ടില്ലേ? വൃത്തി ഈമാന്റെ പകുതിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ് വൃത്തി പാലിക്കുന്നവർ എന്ന് നമ്മൾ കേട്ടല്ലോ. അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരായി മാറാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മധുവൂറും തേൻമൊഴി, അലിവിൻ്റെ നേർവഴി, അതിരില്ല സന്തോഷത്തിൻ അറിവേകും തേൻമൊഴി. തേൻമൊഴി നന്മയുടെ വഴി.